ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ അവിടെയും ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ മൂന്നാർ ഗ്യാപ്പ് റോഡിലുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത 85-ലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളും അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമുണ്ട്. അപ്പം മുല്ലപ്പെരിയാർ ഡാമിലെ അണക്കെട്ട് 133 അടി പിന്നിട്ടു എന്നുകൂടിയുണ്ട്. കല്ലാർകുട്ടി, പാബ്ല, പൊന്മുടി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. തൊടുപുഴയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. സുബിൻ തോമസ് മറ്റു വിവരങ്ങൾ കൂടി കൂട്ടിച്ചേർക്കും. സുബിൻ, ജില്ലയിലാകെ കാലാവസ്ഥ ഇന്ന് രാവിലെ എങ്ങനെയാണ്? ഇന്ന് രാവിലെയും ശക്തമായ മഴ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയുണ്ട്. പ്രധാനമായും തൊടുപുഴ, അതുപോലെ തന്നെ മൂന്നാർ, നെടുങ്കണ്ടം, കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലും ചാറ്റൽ മഴയുണ്ട്. കൂടാതെ മറ്റ് പ്രശ്നങ്ങൾ, അതായത് അടിയന്തര സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും ഈ മഴ കനക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മഴയുണ്ടാവും. വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണുള്ളത്. ഈ സാഹചര്യത്തിൽ ജില്ലയുടെ മലയോര മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് ഈ നിലവിലിപ്പോൾ ഗതാഗതം നിരോധിച്ചിട്ടുള്ളത്. കടുത്ത നിയന്ത്രണം ഈ റോഡിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ദേശീയപാത 85-ൽ ഇന്നലെ രാത്രിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വാളറയ്ക്ക് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായിരുന്നത്. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത 85-ലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും മണ്ണിടിച്ചിൽ ഭീഷണി തന്നെയാണ് ഈ മേഖലയിലും ഉടലെടുത്തിട്ടുള്ളത്. ജില്ലയിലെ ഡാമുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറു ഡാമുകൾ എല്ലാം തന്നെ തുറക്കുന്ന ഒരു സാഹചര്യമാണ്. മലങ്കര ഡാം, അതുപോലെ തന്നെ പൊന്മുടി, കല്ലാർകുട്ടി, പാബ്ല ഡാമുകളാണ് നിലവിലിപ്പോൾ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകൾ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് തൊടുപുഴയാറ്റിലും മൂവാറ്റുപുഴയാറ്റിലും വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട്. തൊടുപുഴയാറ്റിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തൊടുപുഴ ടൗണിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും മഴ കനക്കുകയാണെങ്കിൽ വീണ്ടും വെള്ളം കയറാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ തൊടുപുഴയാറിന്റെ തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് നിലവിൽ 133 അടി പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 144 അടിയിലേക്ക് നിലവിൽ ഇപ്പോൾ എത്തുന്നു. ഡാമിന്റെ ഉഷ്ണപ്രദേശത്ത് വനത്തിനുള്ളിലും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിലെ സ്ഥിതിഗതികൾ നിലവിൽ ശക്തമായി നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ, അതായത് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കൂട്ടിയിട്ടുണ്ട്. മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതായുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലയിൽ ഇപ്പോഴും ശക്തമായി തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ ജില്ലയുടെ പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. ഈ മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും കൃത്യമായ ഇടപെടൽ നടത്തണം, നിരീക്ഷണം നടത്തണമെന്നുള്ളൊരു കാര്യമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. വകുപ്പ് തല ഉദ്യോഗസ്ഥരോട് കൃത്യമായി ജാഗരൂകരായിരിക്കാനും നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിനുവേണ്ട ക്രമീകരണങ്ങളും അടിയന്തരമായി സ്വീകരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. കൂടാതെ ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യത മുന്നിൽ കണ്ടാൽ ആളുകൾ സ്വയമേ മാറാനുള്ള സന്നദ്ധത കാണിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അർജുൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. സുബിൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടുക്കിയിലെ സാഹചര്യം വിലയിരുത്തുകയായിരുന്നു. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നിട്ടില്ലെങ്കിൽ പോലും അവരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം ഇടങ്ങളിൽ നിന്ന് സ്വമേധയാ മാറി നിൽക്കാനുള്ള സമയം ഇപ്പോഴുണ്ട്, കാലാവസ്ഥ കൂടുതൽ മോശമാകുന്നതിന് മുൻപ് തന്നെ.